നമസ്കാരം മെട്രോ മലയാളം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ കേരളത്തിൽ ഹർത്താൽ ഉണ്ടായിട്ടും പുലർച്ചെ 4:30 FTFers ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണിച്ച ഒരു സിനിമ. Yes, we are talking about the most anticipated fantasy thriller മോഹൻലാലിന്റെ ഒടിയൻ. എത്ര കളി കണ്ടിട്ടുള്ളതാ നീ? ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണ. നിഗൂഢതയുടെ ഇരുട്ടിൽ നിന്ന് തിരശ്ശീലയിലെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒടിയൻ. മോഡേൺ ആർട്ട് ഫിലിംസിന് പുതിയൊരു മാനം നൽകിയ ശ്രീകുമാർ മേനോനാണ് ഈ സിനിമയുടെ സംവിധായകൻ. ആശുവ സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടി സ്ട്രാങ്ക് എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഹരികൃഷ്ണനാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ്. 37 രാജ്യങ്ങളിലായി 3500 സ്ക്രീനുകളിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. ഹൈ എക്സ്പെക്റ്റേഷൻസ് ഇസ്ൻ്റ് ഇറ്റ്? ഈ സിനിമ പ്രേക്ഷകരുടെ പ്രതീക്ഷയെ സാറ്റിസ്ഫൈ ചെയ്തുവോ? ലെറ്റ്സ് സീ. 15 വർഷങ്ങൾക്ക് ശേഷം വാരണാസിയിൽ നിന്ന് തെങ്കുറിശ്ശിയിലേക്ക് എത്തുകയാണ് ഒടിയൻ. ഒടിയൻ നാട്ടിൽ കാണുന്ന ഓരോരുത്തരിൽ നിന്ന് ഒടിയൻ്റെ പഴയകാല കഥകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു. മലയാളത്തിൻ്റെ എക്കാലത്തെയും താരജോഡികളായ മോഹൻലാൽ മഞ്ജു വാര്യർ ടീമിൻ്റെ പ്രതീക്ഷിച്ച കോമ്പിനേഷൻ സീനുകളൊന്നും സിനിമയിൽ കണ്ടില്ല. രണ്ടാം വരവിൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ഏറ്റവും സുന്ദരിയായി കാണപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലെ പ്രഭ. എന്നാൽ മഞ്ജു വാര്യറിന് ഈ സിനിമയിൽ കൂടുതലായി ഒന്നും തന്നെ ചെയ്യാനില്ല. ചിത്രത്തിൽ വില്ലനായി വരുന്നത് പ്രകാശ് രാജാണ്. പ്രകാശ് രാജിനെ പോലെ ഒരു മാസീവ് ആക്ടറിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഡയറക്ടറിന് സാധിച്ചില്ലെന്ന് പറയാം. ഒടിയൻ്റെ മൂത്തപ്പനായി അഭിനയിക്കുന്നത് മനോജ് ജോഷിയാണ്. ഇവരെ കൂടാതെ സന അൽത്താഫ്, നരേൻ, സിദ്ദിഖ്, ഇന്നസെൻറ്റ്, നന്ദു എന്നിവരാണ് ഈ സിനിമയിലെ മറ്റു താരങ്ങൾ. നാഷണൽ അവാർഡ് വിന്നറായ പീറ്റർ ഹെയ്നും മോഹൻലാലും വീണ്ടും ഒന്നിച്ചത് പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചു. പക്ഷേ ആക്ഷൻ സീനുകൾ പുലിമുരുകനോളം മികച്ചതായില്ല. 2 മണിക്കൂറിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കഥയെ വിരസമായ രംഗങ്ങൾ ആഡ് ചെയ്ത് 2.25 മണിക്കൂറായി അവതരിപ്പിച്ചു തന്നെയാണ് ഒടിയൻ്റെ ആസ്വാദനത്തിന് വിലങ്ങാകുന്നത്. കഥാപാത്രത്തിനു വേണ്ടി മോഹൻലാൽ ശരീരഭാരം കുറച്ചതു മുതൽ പരസ്യചിത്രങ്ങളുടെ ബഹളമായിരുന്നു. എന്നാൽ സിനിമയുടെ ഔട്ട്പുട്ടിൽ ഈ പ്രയത്നങ്ങളൊന്നും പ്രതിഫലിക്കുന്നില്ല. ജയചന്ദ്രനാണ് ചിത്രത്തിൻ്റെ സംഗീതം. ചിത്രത്തിലെ 2 ഗാനങ്ങൾ വളരെ ഇമ്പമുള്ളതായി ഫീൽ ചെയ്തു. വിക്രം വേദ ഫെയിം സാം CS-ൻ്റെ പശ്ചാത്തല സംഗീതം നന്നായിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ BGM ഒരല്പം ഓവറായി തോന്നി. ചിത്രത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ക്യാമറമാൻ ഷാജി കുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഫ്രെയിമുകളും ഗംഭീരം. ഒരു നാടോടി കഥയെ മൺമറഞ്ഞുപോയ ഒരു മിത്തിനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും പഴയ തലമുറയെ ഓർമ്മിപ്പിക്കാനും ശക്തിയുള്ള ഒരു പ്രമേയമായിരുന്നു ഒടിയൻ്റേത്. എന്നാൽ ഇത് പ്രേക്ഷകരിൽ നല്ല രീതിയിൽ എത്തിക്കാൻ സംവിധായകന് സാധിച്ചില്ല. ഒരു ചോദ്യമുണ്ടായിരുന്നു, ഈ സിനിമ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോ എന്ന്. ഇതിന് ഞങ്ങൾ തരുന്ന മറുപടി ഇതാണ്: ഒരു സാധാരണ സിനിമയായി ഈ ഫിലിം റിലീസ് ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ നന്നായേനെ. മെട്രോ മലയാളം റിവ്യൂ ഈ സിനിമയ്ക്ക് റേറ്റിംഗ് നൽകുന്നത് 5-ൽ 3 സ്റ്റാർസാണ്. കൂടുതൽ സിനിമ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.